കോഴിക്കോട് ഏകലൂരിലെ ദേവദാസിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മരണം കൊലപാതകമെന്ന പോലീസ്. കേസിൽ മകനെ പോലീസ് കസ്റ്റഡിയെടുത്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് ഒന്ന് ചേരുന്നത് സമീർ സി മുഹമ്മദാണ്. സമീർ, ഇത് പിതാവ് കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റു മരിച്ചു എന്നായിരുന്നല്ലോ മകൻ നൽകിയ മൊഴി. ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതൊരു കൊലപാതകമെന്ന് പോലീസ് പറയുന്നത്? കൃഷ്ണ, തിങ്കളാഴ്ച രാത്രി 7 മണിയോട് കൂടിയാണ് 61കാരനായിട്ടുള്ള മുൻ കരാട്ടെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ദേവദാസന് പരിക്കേറ്റത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മകൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ വേളയിലാണ് പോലീസിനോട്, ആശുപത്രി അധികൃതരോട് ഇത് അദ്ദേഹം കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചികിത്സ തേടിയത് എന്ന കാര്യമാണ് അറിയിച്ചത്. ആരോഗ്യം വളരെ മോശമായ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുവെങ്കിലും പക്ഷേ അതിന് മകൻ മുതിർന്നില്ല. തുടർന്ന് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിറകെ ഈ 61കാരനായ ദേവദാസൻ മരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. തുടർന്ന് ബാലുശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ്, അന്വേഷണത്തിലാണ് ഇത് ഒരു ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റാണ് ഈ ദേവദാസന്റെ മരണം സംഭവിച്ചത് എന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മകൻ 28കാരനായിട്ടുള്ള അക്ഷയ് ദേവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തത്. ആ വേളയിലാണ് അച്ഛനെ ക്രൂരമായി താൻ മർദ്ദിച്ചിരുന്നു എന്ന കാര്യം ഈ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെ വിശദമായിക്കൊണ്ട് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കും. കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ മകനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കുക. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന കാര്യം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. മകൻ വലിയ രീതിയിൽ ലഹരി മരുന്നിന് അടിമയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാട്ടുകാരുടെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും ഭാഗത്തു നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇവരുടെ അമ്മ, അതായത് അക്ഷയദേവ് എന്ന 28കാരൻ്റെ അമ്മ, ദേവദാസിൻ്റെ ഭാര്യ ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയിരുന്നു. അതിൻ്റെ കാരണവും ഈ മകൻ തന്നെയാണ് എന്ന കാര്യമാണ് ലഭ്യമാവുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. അക്ഷയദേവിനൊപ്പം ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിക്കൊപ്പമാണ് ഇപ്പോൾ ഇവരുടെ അമ്മ ജീവിക്കുന്ന ഒരു ഘട്ടമുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലം മകൻ്റെ സ്വഭാവ ദൂഷ്യമാണ് എന്നും ഈ വിധത്തിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ മാറിപ്പോയത് എന്ന കാര്യമാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. ഏതായാലും ഈ പ്രതിയുടെ മകനായ അക്ഷയദേവ് എന്ന 28കാരൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ബാലുശ്ശേരി പോലീസ് രേഖപ്പെടുത്തും. ക്രിസ്റ്റിന. ശരി. കോഴിക്കോട് ഏകലൂരിലെ ദേവദാസിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. വിശദാംശങ്ങൾ നൽകിയത് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന്.